നമസ്കാരം. കോവിഡും സ്ട്രോക്കും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം കോവിഡ് വന്ന ആൾക്കാരിൽ പലരിലും രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു ഭീതി ഉണ്ട്. കാരണം ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്നു ചേർന്നാൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് നമുക്ക് പൊതുവേ രക്തം കട്ടപിടിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കുന്നത്. കോവിഡ് വന്ന ഉടനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളാണ്. അതായത് നമ്മുടെ രക്തം കട്ടപിടിക്കാതിരിക്കാനും രണ്ടും സഹായിക്കുന്ന ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെല്ലാം തമ്മിലുള്ള ഒരു ബാലൻസാണ് നമ്മുടെ രക്തം നോർമലായിട്ട് ഫ്ലോ ചെയ്യാൻ സഹായിക്കുന്നത്. ഈ ബാലൻസ് ചെയ്യാൻ ഉണ്ടാകുന്ന പല പല കെമിക്കൽസിലും കോവിഡ് വന്നതോടുകൂടി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിനാൽ സിവിയർ കോവിഡ്, ശക്തമായ കോവിഡ് ബാധ ഉണ്ടായിട്ടുള്ള ആൾക്കാരിൽ 6 മാസം മുതൽ 1 വർഷം വരെ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കൂടുതലെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതിനാൽ ഒത്തിരി പേർക്ക് കോവിഡ് വന്ന ശേഷം 2-3 മാസം കഴിഞ്ഞാലും സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വരാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിൽ തന്നെയും വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അത്തരം സാധ്യതയ്ക്ക് വളരെ കുറവ് സംഭവിക്കുന്നു. വാക്സിനേഷൻ ഒരുപാട് പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നു. പിന്നെ വളരെ അപൂർവമായി മാത്രമായി വാക്സിൻ എടുത്തതിൻ്റെ പേരിലൊക്കെ ക്ലോട്ടിങ് ഉണ്ടായിട്ടുള്ളൂ. അത് വലിയ രീതിയിൽ ആൾക്കാർ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല. കാരണം കോവിഡ് വാക്സിനേഷൻ നമ്മൾ ചെയ്തത് നമുക്ക് കോവിഡ് രോഗത്തു നിന്നും പരിപൂർണമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. അതിനുള്ള ആ പർപ്പസ് വാക്സിനേഷൻ ചെയ്യുന്നതോടുകൂടി തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അത് കാരണമാണ് നമ്മൾ ഒത്തിരി പേര് ജീവൻ രക്ഷപ്പെട്ടത്. കാരണം ശക്തമായ കോവിഡ് വരാതെ നമ്മൾ രക്ഷപ്പെട്ടു വാക്സിൻ എടുത്തത് കൊണ്ട്. എങ്കിൽ തന്നെയും അതിശക്തമായ കോവിഡ് വന്ന ആൾക്കാരിൽ മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാരിൽ, അതായത് കിഡ്നിയുടെ അസുഖം, ഹാർട്ടിൻ്റെ ഫെയിലിയർ, ഇതൊക്കെ ഉള്ള ആൾക്കാരിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദം, മദ്യപാനം, ഉയർന്ന കൊളസ്ട്രോളുള്ള അവസ്ഥ, ഇതൊക്കെ ഉള്ള ആൾക്കാരിൽ കോവിഡാനന്തരമായിട്ടുള്ള ആ സമയത്ത് തീർച്ചയായിട്ടും രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒത്തിരി ചെറുപ്പക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. ഡോക്ടർമാർക്ക് പോലും ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കൊക്കെ. അതിനാൽ ആ സമയത്തുള്ള ആ ഒരു രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത ശരിക്കും നിലനിൽക്കുന്നത് തന്നെയാണ്. പക്ഷേ വാക്സിൻ എടുക്കാത്ത ആൾക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ രക്തം കട്ടപിടിക്കാനുള്ള പ്രവണത അത്ര തന്നെ ഇല്ലെന്ന് വേണം പറയാൻ. വാക്സിനോടനുബന്ധിച്ചുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വളരെ വളരെ അപൂർവമാണ്. അതിനാൽ അത് അധികം പെരുപ്പിച്ച് കാണിച്ച് വാക്സിൻ നമുക്ക് ചെയ്തിരിക്കുന്ന നന്മകൾ നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത്. പിന്നെ ആദ്യകാലത്ത് കോവിഡ് ശക്തമായി വന്ന ആൾക്കാരിൽ ഒരുപാട് പേർക്ക് ഹാർട്ടിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഹാർട്ട് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്, ഹാർട്ടിൻ്റെ പമ്പിങ്ങിൽ കുറവുണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരിലെല്ലാം സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും ഹാർട്ട് അറ്റാക്കും ഹാർട്ടിൻ്റെ പമ്പിങ്ങും എല്ലാം കുറഞ്ഞ ആൾക്കാരിൽ, ഹൃദ്രോഗികളായിട്ടുള്ള ആൾക്കാരിൽ കോവിഡ് വരുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിനുള്ള ഒരു കൂടുതൽ വളം നൽകുകയും അത് സ്ട്രോക്കിലേക്കും മറ്റ് ക്ലോട്ടിങ്, കാലിലെ വെയിൻസിലൊക്കെ ഉണ്ടാകുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നറിയപ്പെടുന്ന കാലിലെ രക്തക്കുഴലിലെ കട്ട ഉണ്ടാകുന്നതിനൊക്കെ കാരണമായിട്ടുണ്ട്. അതിനാൽ കോവിഡിന് ശേഷമുള്ള 1-2 വർഷവും തീർച്ചയായിട്ടും നമുക്ക് പലർക്കും രക്തം കട്ടപിടിക്കാനുള്ള ഒരു പ്രവണത ഉണ്ട്. അതിനാൽ ചെറിയ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ പൂർണ്ണമായും എല്ലാ പരിശോധനകളും ചെയ്ത് രക്തക്കട്ട വരുന്നില്ലെന്ന് ഉറപ്പിക്കണം. ഡോക്ടറെ കണ്ട ശേഷം ആവശ്യമെങ്കിൽ മരുന്നുകൾ കഴിക്കുന്നതും നല്ലതാണ്.